ഏവർക്കും ആഫ് ഗ്രൂപ്പിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ് ഒരു അനലോഗ് CCTV ക്യാമറയുടെ സ്പെസിഫിക്കേഷൻസിനെ പറ്റിയായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 സ്പെസിഫിക്കേഷൻസിനെ പറ്റിയായിരുന്നു പറഞ്ഞത്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അതിലെ ആദ്യത്തെ സ്പെസിഫിക്കേഷനാണ് വൈഡ് ഡൈനാമിക് റേഞ്ച്, അല്ലെങ്കിൽ WDR എന്ന് പറയും. ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റേഷ്യോ ആണ്. എന്തിൻ്റെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമേജിലെ ഡാർക്കായിട്ടുള്ള പോർഷൻസും വൈറ്റ് ആയിട്ടുള്ള പോർഷൻസും തമ്മിലുള്ള റേഷ്യോയാണ് ഡൈനാമിക് റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ലൈറ്റ് സോഴ്സിന് സെയിം ഡയറക്ഷനിൽ വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇനി ലൈറ്റ് സോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇമേജ് ഒരു ഡാർക്കായിട്ടുള്ള ഇമേജ് ആയിരിക്കും കിട്ടുക. അപ്പം എപ്പോഴും ഇത് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. ചില കണ്ടീഷൻസിൽ നമുക്ക് എന്ത് ചെയ്യണം, ലൈറ്റ് സോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ക്യാമറ പ്ലേസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നമുക്കൊരു ഓഫീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഷോപ്പിൻ്റെ എൻട്രൻസിൽ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ കാണാൻ വേണ്ടി ഒരു ക്യാമറ വെക്കണം. അപ്പോൾ ആ ക്യാമറ വെക്കുന്നത് ഡയറക്റ്റ് അത് ഒരു ഡോറിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈറ്റ് വരുന്നത് ഈ ഡോറ് വഴിയായിരിക്കും. അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന ഇമേജ് ബ്ലാക്ക് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഡാർക്കായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് നമുക്ക് ഈ പറയുന്ന സ്പെസിഫിക്കേഷൻസിൻ്റെ ആവശ്യം വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഞാൻ ഒരു ഫിഗർ കാണിക്കാം. എല്ലാവർക്കും ഈ ഫിഗർ ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഒരു നോർമൽ കണ്ടീഷനിങ്, അതായത് റൈറ്റ് സൈഡിൽ കാണിക്കുന്ന ഈ ഒരു ഫിഗറാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഫിഗർ നോക്കുക. ഇതിൽ ഈ നോർമൽ പിക്ചർ കണ്ടോ? ഈ നോർമൽ പിക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറ ഫോക്കസ് ചെയ്തേക്കുന്നത് നേരെ ആ വിൻഡോയിലേക്കാണ്. അപ്പം കൂടുതൽ ലൈറ്റ് വിൻഡോ വഴി നേരെ ക്യാമറയിലേക്കാണ് വരുന്നത്. അതിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടാണ് ഈ ഒരു പിക്ചർ മൊത്തത്തിൽ ഡാർക്കായിട്ടിരിക്കുക. അപ്പം നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, നമ്മുടെ ക്യാമറയ്ക്ക് WDR സ്പെസിഫിക്കേഷൻസ് ഉള്ള ക്യാമറയാണെങ്കിൽ നമ്മൾ WDR ഓൺ ആക്കുന്ന ടൈമിലാണ് നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു പിക്ചർ കിട്ടുക. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, എല്ലാ പേഴ്സൺസിൻ്റെയും ഫേസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമറ തന്നെ ഈ ഓവറായിട്ട് വരുന്ന ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കൺട്രോൾ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഔട്ട്പുട്ടിലേക്ക് കിട്ടുക. ഇപ്പോൾ നമ്മളൊരു ക്യാമറ പ്ലേസ് ചെയ്തു, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെ ഇരുന്നാൽ പോലും നമുക്ക് ക്യാമറയുടെ ചില സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഇമേജ് നമുക്ക് കിട്ടും. അത് ഈ ഒരു സ്പെസിഫിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കങ്ങനെ കിട്ടും. ഓക്കെ, ഇതാണ് WDR. ഇനി അടുത്തൊരു സ്പെസിഫിക്കേഷനാണ് ഓട്ടോമാറ്റിക് വൈറ്റ് ബാലൻസ്. ഓട്ടോമാറ്റിക് വൈറ്റ് ബാലൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സോഴ്സ് ലൈറ്റ്, ഇപ്പോൾ ചിലപ്പോൾ ഒരു റൂമിനകത്ത് നമ്മുടെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ പല കളേർഡ് ലൈറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഇമേജിലും ആ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു എഫക്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓട്ടോമാറ്റിക് വൈറ്റ് ബാലൻസ് കൊണ്ട് സാധിക്കും. ഒരു ഫിഗർ കാണിക്കാം. ഓക്കെ, ഇതാണ് നോർമൽ കണ്ടീഷനിലുള്ള നമുക്ക് അനലോഗ് CCTV ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട്. ഇതിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഇതിനകത്തൊരു ലൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. ഒരു ബ്ലൂയിഷ് ഷെയ്ഡാണ് ഈ ഒരു ഇമേജിനുള്ളത്. അപ്പോൾ നമുക്ക് ആ ഓട്ടോമാറ്റിക് വൈറ്റ് ബാലൻസ് ടേൺ ഓൺ ആക്കി കഴിയുമ്പോൾ സമയത്ത് എന്താ സംഭവിക്കുക, ആ ഒരു ലൈറ്റ് ഷെയ്ഡ് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഇമേജിനെ നമുക്കിവിടെ കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഒരു അനലോഗ് ക്യാമറയിൽ വൈറ്റ് ബാലൻസിങ് നടക്കുക. അടുത്ത ഒരു പ്രോപ്പർട്ടി, അല്ലെങ്കിൽ അടുത്ത ഒരു സ്പെസിഫിക്കേഷൻ ആണ് ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ, അല്ലെങ്കിൽ AGC എന്ന് പറയും. ഇനി ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഒരു ബെഡ്റൂമിനകത്ത് ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് വളരെ കുറവാണെങ്കിൽ കിട്ടുന്ന ഇമേജ്
ഡാർക്ക് ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന കണ്ടീഷനിൽ നമുക്ക് ഇമേജിനെ കുറച്ചുകൂടി ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഓൺ ആക്കി കൊടുക്കുക. ഒരു ഫിഗർ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നോക്കുക. AGC ഓഫായി കിടക്കുന്ന ടൈമിൽ, അതായത് നോർമലി നമുക്ക് ഒരു ക്യാമറ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റൂമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഡാർക്ക് ആയിട്ടായിരിക്കും ആ ഒരു ഇമേജ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം AGC ഓൺ ആക്കുന്ന ടൈമിൽ അത് കുറച്ചുകൂടെ നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഇമേജ് കിട്ടും. അപ്പം AGC യൂസ് ചെയ്യുന്നത് നമ്മുടെ ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് വളരെ കുറവാകുന്ന സമയത്താണ് AGC ഓൺ ആക്കി കൊടുക്കേണ്ടത്. AGC ഓൺ ആകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും കിട്ടുക. ഇനി അടുത്തൊരു സ്പെസിഫിക്കേഷൻ ആണ് ബാക്ക് ലൈറ്റ് കോമ്പൻസേഷൻ, അല്ലെങ്കിൽ BLC എന്ന് പറയും. ഈ ബാക്ക് ലൈറ്റ് കോമ്പൻസേഷൻ നമുക്ക് ഉപയോഗം വരുന്നത് ഒരു ഡോർ അല്ലെങ്കിൽ വിൻഡോയെ ഫോക്കസ് ചെയ്യുന്ന ടൈമിലാണ്. അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ WDR യൂസ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഫിഗർ കാണുക. ഈ ഫിഗറിൽ നോർമൽ കണ്ടീഷനിൽ ഡാർക്ക് ആയിട്ടായിരിക്കും ഇരിക്കുക. അതേസമയം BLC ഓൺ ആക്കുന്ന ടൈമിൽ ഈ ഇരിക്കുന്ന ആൾക്കാരുടെ പേഴ്സൺസിൻ്റെ എല്ലാം നമുക്ക് ഫേസ് എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ BLCയും WDRും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, BLCയിൽ ബാക്ക് ലൈറ്റ് കോമ്പൻസേഷൻ ഓൺ ആക്കുന്ന സമയത്ത് ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നതിനെ അത് കൂടുതൽ ബ്രൈറ്റ് ആക്കും, ഡാർക്ക് ആയിട്ടിരിക്കുന്നതിനെയും കൂടെ ബ്രൈറ്റ് ആക്കും. അതുകൊണ്ടാണ് ഇവരുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ, ഈ ഒരു ഫിഗറിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഈ ഒരു ഫിഗറിൽ ബാക്ക്ഗ്രൗണ്ട് പോലും നമുക്ക് ക്ലിയർ ആവാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോർഷൻസും അത് ബ്രൈറ്റ് ആയിട്ടിരിക്കുന്ന പോർഷനാണ്, അതിനെ കൂടുതൽ ബ്രൈറ്റ് ആക്കും BLC ഓൺ ആക്കുന്ന ടൈമിൽ. അപ്പം അതിന് ഫോർഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഈ ഒരു ആൾക്കാരുടെ ഫേസുകളെല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാനും പറ്റും. അപ്പം ഓക്കെ, അപ്പം BLCയും WDRും നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് വേണം നമുക്ക് ചേഞ്ച് ചെയ്യാൻ. ഓക്കെ, അടുത്തൊരു സ്പെസിഫിക്കേഷൻ ആണ് ഹൈലൈറ്റ് കോമ്പൻസേഷൻ, അല്ലെങ്കിൽ HLC എന്ന് പറയും. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പം നമുക്കൊരു ക്യാമറയുണ്ട്. ആ ക്യാമറ നമുക്ക് റോഡിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പം നൈറ്റ് ടൈമിൽ റോഡിൽ കൂടി പോകുന്ന വാഹനത്തിൻ്റെ ലൈറ്റ് കാരണം എന്ത് സംഭവിക്കും, ക്യാമറയ്ക്ക് കിട്ടുന്ന ഇമേജ് ബ്ലറായിട്ടിരിക്കും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് അതിൻ്റെ നമ്പർ പ്ലേറ്റോ അങ്ങനെയുള്ള ഡീറ്റെയിൽസോ വല്ലോ അറിയാൻ പറ്റില്ല. ഇനി നമ്പർ പ്ലേറ്റിന് വേണ്ടി സെപ്പറേറ്റ് ക്യാമറ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. ANPR ക്യാമറ എന്നാണ് അതിന് പറയുക. ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ എന്നാണ് അതിനുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞുതരാം. സാധാ ഒരു ക്യാമറ വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഈ ഒരു കണ്ടീഷൻസ് അച്ചീവ് ചെയ്യാൻ. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു ക്യാമറ ഫിക്സ് ചെയ്തു. അപ്പം എന്ത് സംഭവിക്കും, നൈറ്റ് ടൈമിൽ വാഹനങ്ങൾ വരുന്നുണ്ട്, അതിൻ്റെ ഹൈലൈറ്റ് കാരണം നമുക്കൊരു ബ്ലറായിട്ടുള്ള ഇമേജ് കിട്ടും. പക്ഷേ നമുക്ക് അതിൻ്റെ നമ്പർ പ്ലേറ്റ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിലാണ് ആ ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഹൈലൈറ്റ് കോമ്പൻസേഷൻ ഇനേബിൾ ചെയ്യുന്നത്. ഇത് ഇനേബിൾ ചെയ്ത് കഴിയുമ്പം ക്യാമറ എന്ത് ചെയ്യും, ഓവറായിട്ട് വരുന്ന ലൈറ്റിനെ കൺട്രോൾ ചെയ്തിട്ട് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഉള്ള ഇമേജിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരും. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫിഗർ നോക്കുക. ഫസ്റ്റ് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HLC ഓഫാണ്. ഹൈലൈറ്റ് കോമ്പൻസേഷൻ നമ്മൾ ഓഫ് ചെയ്തിട്ടേക്കാണ്. സാധാരണ ഡിഫോൾട്ടായിട്ട് വരുന്നത് ഓഫായിട്ടായിരിക്കും, നമ്മൾ ഓഫ് ആക്കി ഇട്ടേക്കാണ്. ആ ടൈമിൽ ക്യാമറയ്ക്ക് ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, വണ്ടിയുടെ നമ്പർ പ്ലേറ്റും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ബാക്കിയുള്ള ഡീറ്റെയിൽസും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ബ്ലറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ HLC ഓൺ ആക്കുന്ന ടൈമിൽ ഈ വരുന്ന ലൈറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാമറ കൺട്രോൾ ചെയ്തിട്ട് അതിൻ്റെ നമ്പർ പ്ലേറ്റ്, വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് നല്ല രീതിയിൽ വിസിബിൾ ആവുന്നുണ്ട്. അപ്പം ഇതാണ് ഹൈലൈറ്റ് കോമ്പൻസേഷൻ. ഓക്കെ, ഇനി അടുത്തൊരു സ്പെസിഫിക്കേഷൻ ആണ് മിനിമം ഇല്ലൂമിനേഷൻ. എന്താണ് മിനിമം ഇല്ലൂമിനേഷൻ? അതിൽ നിന്ന് വേടിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരു ക്യാമറ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട ഏറ്റവും മിനിമം ലൈറ്റ് സോഴ്സിൻ്റെ ലൈറ്റിനെയാണ് മിനിമം ഇല്ലൂമിനേഷൻ കൊണ്ട് പറയുക. സാധാരണഗതിയിൽ വരുന്ന ക്യാമറകളെല്ലാം 0.8 ലക്സ് ആണ്. ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, അതിൻ്റെ യൂണിറ്റ് ആണ് ലക്സ്. അപ്പം അതും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യണം. ഒരു ക്യാമറ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്യാമറ കിട്ടുന്ന സമയത്ത് എത്ര മിനിമം ഇല്ലൂമിനേഷൻ, ആ ടൈം അത്രയും ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ക്യാമറ പക്കായിട്ട് വർക്ക് ചെയ്യുള്ളൂ.
അടുത്തൊരു സ്പെസിഫിക്കേഷനാണ് അതിൻ്റെ പവർ. നോർമൽ കേസിൽ ഒരു അനലോഗ് CCTV ക്യാമറ വരുന്നത് 12 വോൾട്ട് സപ്ലൈയിലായിരിക്കും. 12 വോൾട്ട് DC വേണം. അപ്പോൾ DC എന്താ AC എന്താന്നുള്ള പ്രീവിയസ് ആയിട്ട് ഞാൻ പറഞ്ഞ പാർട്ട് 1 ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കാണുക. ഒരു അനലോഗ് ക്യാമറയുടെ റിക്വയർഡ് ആയിട്ടുള്ള പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വോൾട്ട് ആണ്. 12 വോൾട്ട് DC ആണ്. ചില ക്യാമറ പഴയകാല ക്യാമറകൾ അനലോഗ് AC വർക്ക് ചെയ്യുന്ന ക്യാമറകളും ഉണ്ട്. ചില ബോഷിൻ്റെ ക്യാമറകളൊക്കെ ഡയറക്റ്റ് 230 വോൾട്ട് AC കൊടുത്താൽ മാത്രം വർക്ക് ചെയ്യുന്ന ക്യാമറകളുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വളരെ പഴയ ക്യാമറകളാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ഒരു 99% ക്യാമറകളും 12 വോൾട്ട് DCയിലാണ് വർക്ക് ചെയ്യുക. ഇനി 24 വോൾട്ട് AC വേണ്ട ക്യാമറകളുണ്ട്. ആ 24 വോൾട്ട് AC വേണ്ടത് നമ്മുടെ PTZ ക്യാമറയ്ക്കൊക്കെ 24 വോൾട്ട് AC ആണ് വേണ്ടത്. അപ്പം ഇത്രയുമാണ് ഒരു അനലോഗ് CCTV ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ. ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയുടെ ഡ്യൂറേഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ പല കാര്യങ്ങളും ചുരുക്കി പറഞ്ഞേക്കുന്നത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാകാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക. നമുക്കതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.